അപ്പോൾ നമ്മളുടെ ബോർഡ് എക്സാമിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രോം ദി ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ഈസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഏകദേശം ഒരു MCQ ഒക്കെ വരാൻ ചാൻസുള്ള ടോപ്പിക്കാണിത്. ഓക്കെ, ഇനി ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ ആൺകുട്ടി താഴെ പെൺകുട്ടി അറ്റ് എൻ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം. ഇവിടെ തിരിച്ചാ, ഇവിടെ എങ്ങനെയാ? Here the boy is at an elevated platform while the girl is at the, where does the girl stand? The girl is at the ground. Okay, ഇനി ഇവിടെയും സെയിം തന്നെയാ കേട്ടോ, ആൺകുട്ടി ആദ്യം കാണുന്നു. So here where the boy is taken as the observer, the boy is taken as the observer while the girl is taken as the object. Okay, അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ആൺകുട്ടി is taken as the observer and the പെൺകുട്ടി is taken as the object. Now ആൺകുട്ടിയും പെൺകുട്ടിയും, the route or the distance that or the path that they see each other is called as what? The line of sight. നമ്മൾ എലിവേഷനിൽ കണ്ടു. അതേപോലെ similar to that, the route or the path from the boy's eye to the object is taken as what? Line of sight. ഇതാണ് നമ്മളുടെ line of sight. Okay, now I told you, ഞാൻ ഒബ്സർവറാ, ഞാൻ അറ്റ് എൻ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം. ഇപ്പം ഞാൻ പെൺകുട്ടിയെ നോക്കുന്നു, ഇതിനാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എടുക്കുക. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, ഐ എം സ്റ്റാൻഡിങ് സ്ട്രേറ്റ് ഫേം. നൗ ഫ്രോം മൈ പോയിന്റ് ദ സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ഫ്രോം മൈ ഐസ്, ദ സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ഇസ് ടേക്കൻ ആസ് വാട്ട്? ദ ഹൊറിസോണ്ടൽ. ഓക്കെ, this is as taken as the horizontal. Elevationil പഠിച്ചു, angle of elevation is what? The angle between the horizontal and the line of sight. What is the angle of elevation? The angle between the horizontal and the line of sight. അതേ സെയിം ഡെഫിനിഷൻ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ നമ്മൾ യൂസ് ചെയ്യുക. ആംഗിൾ ബിറ്റ്വീൻ ദി, എന്താ ആംഗിൾ ബിറ്റ്വീൻ ദി എക്സാക്ട്ലി ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ ഹൊറിസോണ്ടൽ വി ടേക്ക് ഇറ്റ് ആസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. പിന്നെ എന്താ നമ്മുടെ വ്യത്യാസം? വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ? The way we take the observer and the object is the only difference to consider angle of elevation and angle of depression. അപ്പോൾ angle of depression എങ്ങനെയാ? Observer is at an elevated platform, object is on the ground. So taking this as theta, ഈ theta ആണ് angle of depression. ഇതാണ് angle of depression. Okay, now suppose look here. മനസ്സിലായില്ല എല്ലാവർക്കും? എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലിവേഷനും? മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒബ്സർവറിൻ്റെ പൊസിഷൻ, ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ, തീറ്റ ഇൽ ഓൾവേസ് ദി ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദി ഹൊറിസോണ്ടൽ. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ പൊട്ടുപോലെ നമുക്ക് പഠിക്കാം. എളുപ്പമാണ് കേട്ടോ. സോ ഹിയർ ഇനി ഞാൻ അത് ജോയിൻ ചെയ്തു. സപ്പോസ് ഇഫ് ഐ ജോയിൻ ദിസ്, കേട്ടോ, കുറച്ചും തിക്കർ മാർക്കർ എടുക്കാം. ഓക്കെ, നൗ സോ ഹിയർ വാട്ട് ടു ഡു? ഹിയർ ഐ ക്യാൻ ടേക്ക് ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് സി. അതായത് ഇതാണ് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ കേട്ടോ. ഇഫ് യു ടേക്ക് ദിസ് ട്രയാങ്കിൾ, നൗ വാട്ട് ഇസ് ടാൻ തീറ്റ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്തിനാ ഈ ടാൻ തീറ്റ മാത്രം എടുക്കണേ? എന്തുകൊണ്ട് ടാൻ തീറ്റ എടുക്കണം? ടാൻ തീറ്റ എടുത്താൽ 95% ഓഫ് ദി ക്വസ്റ്റ്യൻസിൽ നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിൽ ആൻസർ കിട്ടും. ഓക്കെ, സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? ആസ് യു നോ, എന്താ ടാൻ തീറ്റ? എന്താണ് ടാൻ തീറ്റ? എക്സാക്ട്ലി, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ വാട്ട് യു ടേക്ക്? അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ടീച്ചറുടെ ഓപ്പോസിറ്റ് ഏതാ? ടീച്ചർ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ ടീച്ചർ അഡ്ജസ്റ്റൻ എന്താ കുട്ടികളെ? എ ബി. ഇതാണ് ടാൻ തീറ്റ. സോ നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഏകദേശം പകുതിയോളം കഴിഞ്ഞു. ഈ രണ്ട് ടോപ്പിക്, ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ ചാപ്റ്റർ സോൾവ് ചെയ്യാം കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.